ആണ്. നമ്മുടെ ഓൺ എക്സാം ഒക്കെ എത്തിയല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ്സിൻ്റെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേടാ, ഇൻ എ ബേർഡ്സ് ഫെസ്റ്റ് ബേർഡ്സ് പ്രസൻറ്റഡ് റിഡിൽസ് അബൌട്ട് ദം. അതായത് ഒരു ബേർഡ് ഫെസ്റ്റ് നടക്കുകയാണ്, പക്ഷികളുടെ ഒക്കെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ്. മിസ്സിൻ്റെ കുട്ടികൾ കുറേയധികം ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ. ആനിമൽ ഫെസ്റ്റിലും അല്ലാന്നുണ്ടെങ്കിൽ ബേർഡ് ഫെസ്റ്റിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ബേർഡ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ബേർഡ്സ് കുറേയധികം ബേർഡ്സ് ഇതിലുണ്ട്. അവരെല്ലാവരും അവരെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു റിഡിൽസ് പറയാണ്. റിഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടങ്കഥകൾ പോലെ പറയില്ലേ, അതിനാണ് റിഡിൽസ് എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിം. അപ്പോൾ ഓരോ റിഡിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ബേർഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അവരുടെ പേര് ഇവിടെ എഴുതണം. What is given for you. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള റിഡിൽസ് വായിച്ചിട്ട് അത് ഏത് ബേർഡ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. ഐ എം വൈറ്റ്, ഐ ഹാവ് ലോങ് നെക്ക്, യു ക്യാൻ സീ മീ നിയർ ദ പോണ്ട്. ഹു ആം ഐ? ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണ് അല്ലേ. ഐ എം വൈറ്റ്, എനിക്കിതാ നല്ല വെള്ള നിറമാണ്. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഒരു ബേർഡാണെന്ന് നമുക്ക് മനസ്സിലായി. ഐ ഹാവ് ലോങ് നെക്ക്, എനിക്ക് നീളമുള്ളതാ കഴുത്തുണ്ട്. അപ്പോൾ നീളമുള്ള കഴുത്തുള്ള വൈറ്റ് കളറിലുള്ള ഒരു ബേർഡാണ്. യു ക്യാൻ സീ മീ നിയർ ദ പോണ്ട്. അപ്പോൾ ഈ കുളങ്ങളുടെയൊക്കെ സൈഡിൽ എന്നെ കാണാൻ പറ്റും. ഹു ആം ഐ? ഇവിടെ ആൻസർ തന്നിട്ടുണ്ട്. ആരാണ്? ക്രെയിനാണ് അല്ലേ. നമ്മൾ കൊക്കെന്നൊക്കെ പറയല്ലേ. അപ്പോൾ കുളങ്ങളുടെയൊക്കെ സൈഡിൽ മീനിനെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് കൊക്കിനെ കണ്ടിട്ടില്ലേ. അപ്പോൾ കൊക്കിനെ പറ്റിയിട്ടുള്ള റീഡിലാണ് നമ്മൾ കേട്ടത്. സോ റീഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ബേർഡ്സ്. ഇതുപോലെ ഇതാ താഴെ തന്നിട്ടുള്ള ബേർഡ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്, എനിക്ക് രാത്രിയിൽ കാണാൻ പറ്റും അല്ലേ. ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. ഐ ക്യാൻ ടേൺ മൈ ഹെഡ് റൗണ്ട് ആൻഡ് റൗണ്ട്, എനിക്ക് എൻ്റെ തല എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയോ, ഇങ്ങനെ തിരിക്കാൻ പറ്റും. അതായത് നമുക്കിതാ ഇവിടെ വരെ തല തിരിക്കാൻ പറ്റുമല്ലേ. പക്ഷേ ഈ ബേർഡിന് തല ഇങ്ങനെ തിരിച്ച് പുറകിലേക്ക് നോക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മാത്രമല്ല രാത്രിയിൽ കാണാനും പറ്റും. ഐ ലൈക്ക് നട്ട്സ് ടു ഈറ്റ്, എനിക്ക് നട്ട്സ് ഒക്കെ കഴിക്കാനാണ് ഇഷ്ടം. ഹു ആം ഐ? അപ്പോൾ നമുക്കറിയാം രാത്രിയിൽ കണ്ണ് കാണുന്ന പക്ഷി ഏതാണ്, നമ്മുടെ മൂങ്ങയാണ് അല്ലേ. അപ്പോൾ മൂങ്ങയ്ക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, ഔൾ എന്നാണ്. അവളുടെ സ്പെല്ലിംഗ് എന്താടാ, OWL, ഔൾ എന്ന് പറഞ്ഞാൽ എന്താ, മൂങ്ങ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ബേർഡിനെയും പരിചയപ്പെട്ടു. സോ നെക്സ്റ്റ് നോക്കിക്കേ. ഐ ഹാവ് ബ്യൂട്ടിഫുൾ ഫെദേഴ്സ്, എനിക്ക് എന്തുണ്ട്, എനിക്ക് നല്ല തൂവലുകളുണ്ട്, നല്ല ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഭംഗിയുള്ള ഫെദേഴ്സ് ഉണ്ട്. സ്നേക്സ് ആർ മൈ ഫേവറേറ്റ് ഫുഡ്, അതായത് എന്താ, ഞാൻ പാമ്പിനെയൊക്കെ കുത്തി തിന്നാറുണ്ടെന്ന് പറയുകയാണല്ലേ. ഐ ഡാൻസ് വെൻ റെയിൻ കംസ്, മഴ വരുമ്പോൾ എനിക്ക് പീലിക്ക് വിടർത്തി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേർഡിനെ നമുക്കറിയാം അല്ലേ, നല്ല ഭംഗിയുള്ളൊരു ബേർഡല്ലേ. ആരാണ് ഇത്? നമ്മുടെ മയിലാണ്. മയിലിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, യെസ്, പീകോക്ക് അല്ലേ. PEACOCK, പീകോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മയിലെന്നാണ് അർത്ഥം. സോ അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്തൊരു ബേർഡിനെ നോക്കിക്കേടാ. ഐ എം ബ്ലാക്ക് ബട്ട് ഐ ആം നോട്ട് എ ക്രൗ, എനിക്ക് ബ്ലാക്ക് നിറാണ്, കറുത്ത നിറാണ്, പക്ഷെ ഞാൻ കാക്കയല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഐ ക്യാൻ സിങ് സ്വീറ്റ്ലി, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മധുരമായിട്ട് പാട്ട് പാടാൻ പറ്റും അല്ലേ. ഓക്കെ. ഐ ലേ എഗ്സ് ഇൻ ക്രൗസ് നെസ്റ്റ്, ഇവിടെ ഐ ലേ എന്നാണ് കേട്ടോ. I lay eggs. സോ ഐ ലേ എഗ്സ് ഇൻ ക്രൗസ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എന്താ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത്. ഐ ലേ എഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കാക്കയുടെ കൂട്ടിലാണ് ഞാൻ മുട്ടയിടുന്നത്. ഹു ആം ഐ? ആരാണ് ഈ പക്ഷി? നമുക്കറിയാം ഏതാണ് ഇത്, കുയിലാണ് അല്ലേ. അപ്പോൾ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന, പാട്ടൊക്കെ പാടുന്ന, കാക്കയെ പോലെ ഇരിക്കുന്ന ഒരു പക്ഷി ഇതാ കുയിൽ. അതിന് നമ്മൾ എന്താ പറയുക, കുക്കു എന്നാണ് പറയുക അല്ലേ. അത് നമ്മൾ എഴുതി. ഇനി ലാസ്റ്റ് വൺ നോക്കിക്കേടാ. ഐ ക്യാൻ സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന പക്ഷി ഏതാണെന്ന് മിസ്സിൻ്റെ കുട്ടികൾ ആലോചിക്കുക. ഐ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്, എനിക്ക് കായ്കളും അതുപോലെ തന്നെ ധാന്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. സീഡ്സ് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, വിത്തൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഐ ഹാവ് റെഡ് ബീക്ക്, എനിക്ക് റെഡ് കളറിലെ ചുണ്ടാണുള്ളത്, ബീക്കാണുള്ളത്. ഹു ആം ഐ? അപ്പോൾ നമുക്കറിയാം സംസാരിക്കുന്ന പക്ഷി ഏതാ, പച്ച നിറത്തിലുള്ള റെഡ് കളറിൽ ബീക്കൊക്കെ ഉള്ള പക്ഷി ഏതാ, നമുക്കറിയാം തത്തമ്മയാണല്ലേ. തത്തമ്മയ്ക്ക് നമ്മൾ എന്താ പറയുക, പാരറ്റ്. PARROT, പാരറ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതാ കുറച്ചധികം റിഡിൽസ് പഠിച്ചു അല്ലേ, പക്ഷികളെ പറ്റിയിട്ടുള്ള റിഡിൽസ് പഠിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള റിഡിൽസ് മിസ്സിൻ്റെ കുട്ടികളോട് ചോദിക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ ആൻസർ എഴുതില്ലേ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ഒരു ചാനൽ പുതിയതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുക കേട്ടോ. സോ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.